രായോ രായ ഇങ്ങനെ ഇരുന്നാ പറ്റുവോ? എന്റെ അളിയൻ മരിച്ചതിന്റെ അടക്കം പറയണ്ടേ? അടക്കം പറയാൻ അളിയൻ ആരാണ്ട് പെണ്ണുങ്ങളോട് ഒളിച്ചോടിയതാണോ? മരിച്ചതില്ലയോ? നീ മുറുകെ വിളിച്ചു പറ. അതല്ലെന്ന് പത്തനംതിട്ടയുള്ള അമ്മാവനെ വിളിച്ചു പറയണ്ടായോന്ന്. ഇവിടെ നിന്ന് നീ വിളിച്ചു പറഞ്ഞ അമ്മാവൻ കേൾക്കുവോ? അയ്യടാ, മരണ വീടാണെങ്കിലും മിണ്ണത്തരത്തിന് ഒരു കുറവുമില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാതിരിക്കില്ലേ? ചായ കുടിച്ചേ. എടാ എനിക്ക് വേണ്ട. അളിയൻ ചത്ത് തലയ്ക്ക് മേളിൽ നിൽക്കുവാ, തൊണ്ടയ്ക്ക് ഒന്നും ഇറങ്ങത്തില്ല. അളിയൻ ചത്ത് തലയ്ക്ക് മേളിലല്ലേ നിൽക്കുന്നത്, അല്ല നിന്റെ തൊണ്ടയുടെ കുറുകെ കയറി ഒന്നും നിൽക്കുമല്ലോ. അയ്യോ, താണ്ട് വിളിക്കുന്നു പത്ര ഓഫീസിൽ നിന്ന്. ഹലോ, മരിച്ച പുള്ളിയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. മരിച്ചത് എങ്ങനെ മാറ്റോ? പുള്ളി മരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് എഴുതി വെക്കാനാ. ഓക്കെ, അതെ അങ്ങനെ മരിച്ചത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതിന്റെ കാര്യത്തിൽ തീരുമാനം. പിന്നെ രായ, എന്താ ദഹനത്തിന് എങ്ങനാ? ദഹനത്തിന് ജലൂസിൽ നല്ലതാ. അതല്ല ഞാൻ പറഞ്ഞത്, അളിയനെ ചെതയിലെടുക്കണ്ടായോന്ന്. അളിനെ ചെതലെടുക്കാൻ അളിയൻ തോട്ടാ തടിപ്പലകയാണ്. എന്റെ ദൈവം, രാവിലെ പറയാം എടാ, ചെതയുടെ കാര്യമൊക്കെ റെഡിയാക്കി പുള്ളിയെ കൊണ്ട് കത്തിക്കണ്ടായോ? എന്നാ വർത്താനം പറയരുത്. എടാ, ഇന്നലെ വൈകുന്നേരം കള്ളു കുടിച്ചോണ്ടിരുന്നിട്ട് നീ അല്ലേ എന്റെ കാര്യം മേടിച്ചതല്ലേ ഏർപ്പാടാക്കാന്ന് പറഞ്ഞു പോയി. ഞാൻ മറന്നു പോയതാ. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു 11:30 ആയപ്പോഴും അവരെല്ലാം വരും, റെഡി ആയിക്കോളും, നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. എല്ലാം പൊടി. എടാ ബാബു, ഗ്യാസ് ആണോടാ? ഒന്നും പറയണ്ട അളിയ, രാവിലെ ഒരു കപ്പ് നിന്ന് അന്നേരം തൊട്ട് തുടങ്ങി. അളിയ കേട്ടായിരുന്നോ? എടാ അതല്ലേ ചേതാ, ഗ്യാസ് ആണോ വിറകാണോ? അല്ല, ഗ്യാസിന് വില കൂടുതൽ, അതുകൊണ്ട് വിറക് റെഡിയാക്കിയിരിക്കുന്നത്. ഗ്യാസിന് 12,000 രൂപയായിരുന്നു, വിറക് 6,000 രൂപയുള്ളൂ. അത് മതി. ഇപ്പൊ തന്നെ എന്റെ 50,000 രൂപ കൂടുതൽ ചെലവായിട്ടിരിക്കുവോ? അത് ശരി. അല്ലെങ്കിൽ തന്നെ ഈ പുള്ളിക്കാരനെ 4 കരിയിലേയും തൂത്തുകൂട്ടി ഒരിടപ്പ് മണ്ണെണ്ണ ഒഴിച്ച് പുകച്ചങ്ങ് മാറ്റാനുള്ള സാധനം ഉള്ളെന്ന്. മൃഗശരീരം ഇത്രയേ ഉള്ളൂ. അല്ല, നീ ആ വർത്താനം പറയുന്നത്. പുള്ളിയെ വിളിക്കുന്നത് കാളദിവാരനാണെങ്കിലും മൃഗം എന്ന് പറയുന്നത് ശരിയല്ല. എടാ ശകം ശവോ? അപ്പൊ മൃതശരീരം എന്നാണ് ഉദ്ദേശിച്ചത്. മലയാളത്തിൽ നല്ല പിടിയായില്ലയോ? അല്ല, സംഭവം പുള്ളി എങ്ങനെ മരിച്ചേ? പുള്ളി മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവൻ പോയി ഒരു 2 ദിവസം കഴിയുമ്പോ അറ്റാക്ക് വന്നു. അതെന്താ വൃത്തികെട്ട വർത്തമാനം? അറ്റാക്ക് വന്നതിന് ശേഷമല്ലേ ജീവൻ പോകുന്നത്? എടാ കൊച്ചുമോൻ ജീവനില്ലയോ? അവൻ ഇവിടുന്ന് നേരെ UK പോയി. എന്തോ UK പോയെന്ന് കറക്റ്റാ പറഞ്ഞു. ജോലി കിട്ടി UK അങ്ങോട്ട് പോയി. പുള്ളി ഒറ്റയ്ക്കായ പേടിയായി. അങ്ങനെ അറ്റാക്ക് വന്ന് ആണ്ട് കിടക്കുന്നത് താഴെ. ഞങ്ങളെല്ലാം കൂടെ വാരി പെറുക്കിക്കൊണ്ട് വേണം. പുള്ളി തന്നെ റേഷനറി ആയിരുന്നു. എടാ എടുത്തോണ്ട് പോയി നേരെ ആശുപത്രിക്ക് അകത്ത് കൊണ്ടിട്ട് കിടക്കത്തില്ല. അന്നേരം ആശുപത്രിക്ക് പുറത്തിടണമായിരുന്നു. എടാ ഇറങ്ങി ഓടിയെന്ന്. ഓടി നേരെ ചെന്ന് ചാടുന്ന കുരുവിളയുടെ മുമ്പിൽ ചെതറിപ്പോയി. മറ്റേ കോട്ടയത്തെ ഗുണ്ട കുരുവിളയായിരിക്കും. വെട്ടി പൊളന്ന് കാണുമല്ലയോ? കൊച്ചിയിലെന്ന് പറഞ്ഞ നമ്മളെ കുമ്പംകുഴി മാത്തുക്കുട്ടിയുടെ അനന്തരവന്റെ എടാ ട്രെയിൻ കൊച്ചിൻ കുരുള. അത് ഭയങ്കര കാര്യം. പിന്നെ സത്യത്തിൽ ഈ പുള്ളി ചെതറി പോയോണ്ട് ഞാൻ പറയില്ല, മരിച്ചുകൊണ്ട് ഞാൻ പറയുമല്ല. നല്ലൊരു മനുഷ്യനായിരുന്നു. അയ്യോ, തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. പക്ഷേ ചില സമയത്ത് ചില മെണഞ്ഞ പന്ന സ്വഭാവം. ചില നല്ല പിള്ളേരെ നല്ല കെട്ടിച്ച് പൂവിട്ട് പൂജിക്കണം. അതാ. പക്ഷെ പെണ്ണുങ്ങളെ കാണുമ്പോ ചില പട്ടിയെ കാലേ വാരി തെങ്ങുപൊറ്റയ്ക്ക് അടിക്കണം. അപ്പൊ നീ ആരുടെ സൈഡാ? ഞാൻ നിന്റെ സൈഡ്. എന്റെ സൈഡിൽ നിൽക്കുന്നത്. നീ ഇവിടെ ഇതെല്ലാം ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം താങ്ങണ്ട. എനിക്ക് ചെറിയൊരു സംശയമൊക്കെ നേരത്തെ തോന്നിയിട്ടുണ്ട്. എന്നാടാ? അല്ല, ഈ പുള്ളി ജീവിച്ചിരുന്നപ്പം തിരിഞ്ഞു നോക്കാത്ത നീ ചത്ത് കഴിഞ്ഞപ്പോ ഇത്രയും പൈസയും മുടക്കി ഈ ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തോ ഇതിനകത്ത് ലാഭമുണ്ട്. വാവേ എന്നാ പന്നവർത്താനം പറയും. ഞാൻ ഇന്നലെ നിന്നെ കാണാൻ തുടങ്ങിയല്ലോ. സത്യം പറയാൻ നിനക്ക് നല്ലത്. ഞാൻ ഒരു പുണ്യപ്രവൃത്തി ചെയ്യൂ. നിനക്ക് പുണ്യമുള്ള പ്രവൃത്തി എന്തെങ്കിലും ആയിരിക്കും. അല്ല അത് അങ്ങനല്ലടാ, സത്യമായിട്ട് അമ്മച്ചിയാണ്. ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോവേ. അല്ല അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ സത്യം പറയട്ടെ. സത്യം പറ. ആരോടും പറയരുത്. എനിക്ക് കമ്മീഷൻ തരുവാണെങ്കിൽ ആരോടും പറയത്തില്ല. കമ്മീഷൻ തരും ഞാൻ. പറയണം കേട്ടോ. ഈ മരിച്ചു പോയ അളിയന്റെ പത്രത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്തുവാന്നറിയോ? എന്തുവാ? നോമിനി രാജൻ. ഞാനാ നോമിനി. എന്തോ ആ പുള്ളി അത്ര വിവരം കേട്ട പരിപാടി ഒന്നും കാണിക്കത്തില്ല. എനിക്ക് വിശ്വാസമില്ല. എടാ പത്രത്തിൽ എഴുതി വെച്ച് തെളിവ് കാണിക്കുവാണെ ഞാൻ വിശ്വസിക്കാം, അല്ലെ ഞാൻ വിശ്വസിക്കത്തില്ല. നീ ആരെങ്കിലും പറയുവോ? പറയത്തില്ല. തെളിവ് കാണിക്കട്ടെ. ഇങ്ങോട്ട് നോക്കി. ഇത് എന്തോ ഇത്? നിന്റെ ഉള്ളാച്ച വേറെ. അതല്ലെന്ന്. പിന്നെ നോക്ക്. ഇന്നലെ രാത്രി അടിച്ചു മാറ്റി ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ഇത് വായിരേ. ലാസ്റ്റ് കണ്ണി വായിരേ. ആഫ്റ്റർ മൈ ഡെത്ത് ഹിയർ ഓഫ് മൈ അസറ്റ് വിൽ ബി മിസ്റ്റർ ജീവൻ, നോമിനി രാജൻ. നോമിനി രാജൻ. അയ്യോ, അത് അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ആഫ്റ്റർ മൈ ഡെത്ത്, പുള്ളിയുടെ മരണശേഷം ഹിയർ ഓഫ് മൈ അസറ്റ്സ് വിൽ ബി മിസ്റ്റർ ജീവൻ. പുള്ളിയുടെ കൊച്ചുമോൻ ജീവന് ചെല്ലണം. പുള്ളിയുടെ സ്വത്തുകളെല്ലാം നോ മിനി രാജൻ. അതായത് നിന്റെ പെണ്ണുപിള്ള മിനിക്കും രാജനും 10 പൈസ കൊടുത്തേക്കളെന്നാ പുള്ളി എഴുതി. കണക്കായി പോയി.